ഒരു നിമിഷം നിങ്ങളൊന്നു ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷൻ കിട്ടാത്തതിനോ അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്താൻ കഴിയാത്തതിനോ ഉള്ള യഥാർത്ഥ കാരണം നിങ്ങളുടെ റെസ്യൂമെയോ കഴിവുകേടോ അല്ലെങ്കിലോ? അതൊരു വലിയ ചോദ്യമാണ്. മറിച്ച് ഈ വിഷു പോലെയുള്ള ഒരു കാർഷികോത്സവത്തിലെ ചില ആചാരങ്ങൾക്ക്, അതായത് ആചാരങ്ങളിലൂടെ കിട്ടുന്ന മാനസിക ഉണർവിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വലിയ മാനസിക തടസ്സമാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെങ്കിലോ? തീർച്ചയായും. കേൾക്കുമ്പോൾ ചിലർക്ക് അതിശയകരമായി തോന്നാം. അതെ, പക്ഷെ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവിൽ പരിശോധിക്കുന്നത്. വിഷു എന്ന് പറയുന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല, നിങ്ങളുടെ കരിയറിലെ സ്തംഭനാവസ്ഥ മാറാനും പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്ന ഒരു വലിയ സൈക്കോളജിക്കൽ റീസെറ്റായി അതെങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ശരിയാണ്. നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ വളരെ വ്യത്യസ്തമായ ചില മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ആക്ട് സൈക്കോളജി, സിനിക്കെ പോലുള്ള ജേണലുകളിൽ വന്ന ആചാരങ്ങളുടെ മനഃശാസ്ത്രം വ്യക്തമാക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ, സാപ്സ് പോലെയുള്ള ഏജൻസികളുടെ കരിയർ പ്ലേസ്മെന്റ് ഡേറ്റ, ഭഗവത്ഗീതയിലെ കർമ്മയോഗം, കൂടാതെ ആധുനിക കരിയർ സ്ട്രാറ്റജികൾ എന്നിവയെല്ലാം കോർത്തിണക്കിയാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുന്നത്. ജോലിയിലൊരു മാറ്റം ആഗ്രഹിച്ചിട്ടും അതിന് ഭയക്കുന്നവർക്കും കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്നവർക്കും സ്വന്തം ഭയങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് ഈ സ്രോതസ്സുകൾ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ വിഷു കണിയെക്കുറിച്ചാണ്. കണിക്കൊന്ന, സ്വർണവെള്ളരി, നാണയങ്ങൾ, ഗ്രന്ഥങ്ങൾ, പിന്നെ ആറന്മുള കണ്ണാടി എന്നിവയെല്ലാം രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി നൽകുമെന്നൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. അതെ, ഒരു പ്രത്യേക ഫീലാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഈ കണ്ണാടിയിലേക്കും കുറച്ച് പച്ചക്കറികളിലേക്കും നോക്കുന്നത് എങ്ങനെയാണ് ഒരാളുടെ കരിയറിലെ സ്തംഭനാവസ്ഥ മാറ്റുക? ഇതൊരൽപ്പം അശാസ്ത്രീയമായ കാര്യമല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ആ സംശയം വളരെ സ്വാഭാവികമാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ട സൈക്കോളജിക്ക സിനിക്കയിലെ ഗവേഷണം പ്രസക്തമാകുന്നത്. വെറുതെ കുറച്ച് സാധനങ്ങൾ കാണുന്നു എന്നതിലല്ല കാര്യം. മനുഷ്യർ നടത്തുന്ന ഇത്തരം പ്രതീകാത്മകമായ ആചാരങ്ങൾക്ക് അഥവാ റിച്വലുകൾക്ക് നമ്മുടെ തലച്ചോറിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. അതായത് മാനസികമായ ഒരു മാറ്റം. കൃത്യമായി പറഞ്ഞാൽ അതെ. ഇത്തരം ആചാരങ്ങൾ നമ്മളിൽ പെർസീവ്ഡ് കൺട്രോൾ എന്നൊരു തോന്നൽ സൃഷ്ടിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് സ്വന്തം ജീവിതത്തിന്മേൽ എനിക്കൊരു നിയന്ത്രണമുണ്ട് എന്ന വിശ്വാസം. ഓ, അതൊരു വലിയ കാര്യമാണ്. അതെ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വളരെ ചിട്ടയോടെ ഐശ്വര്യപൂർണമായ ഒരു കാഴ്ച കാണുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന സന്ദേശം ഇതാണ്: കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണ്, എനിക്കൊരു പുതിയ തുടക്കം സാധ്യമാണ് എന്നത്. അതായത് ഒരു മോശം തൊഴിൽ സാഹചര്യത്തിലോ അല്ലെങ്കിൽ തുടർച്ചയായി ഇന്റർവ്യൂകളിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലോ നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തം ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ പ്രക്രിയ സഹായിക്കും. ഒരുതരം മാനസികമായ കവചം നിർമ്മിക്കുന്നത് പോലെ അല്ലേ? കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യുന്നത് പോലെ. അതെ, കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. നിങ്ങളുടെ കരിയറിൽ നാളെ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടാകാം. ലേ ഓഫുകൾ വരുമോ, പ്രൊമോഷൻ കിട്ടുമോ എന്നൊന്നും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അവിടെയാണ് കണ്ണിയിലെ ആറന്മുള കണ്ണാടി ഒരു വലിയ സൈക്കോളജിക്കൽ ടൂളായി മാറുന്നത്. കണ്ണാടി എങ്ങനെയാണ് ടൂളാകുന്നത്? കണ്ണാടിയിലൂടെ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന വലിയ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുന്ന നിങ്ങളെ തന്നെയാണ്. ആ ഒരു കാഴ്ച നിങ്ങളുടെ ഉള്ളിലെ ഉത്കണ്ഠകളെ ഗണ്യമായി കുറയ്ക്കുകയും ഇമ്പോസ്റ്റർ സിൻഡ്രോം, അതായത് താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നൽ, അതില്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. പലരും വർഷങ്ങളോളം ഒരു പുരോഗതിയുമില്ലാത്ത ജോലിയിൽ തന്നെ തുടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ ജോലി ഇഷ്ടമായിരിക്കില്ല, ശമ്പളവും കുറവായിരിക്കും, എന്നാലും അവരവിടെ തന്നെ നിൽക്കും. ശരിയാണ്. ഇതൊരു മാനസിക പ്രശ്നമാണോ? കാരണം അവർക്ക് വേണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചു വേറൊരു ജോലിക്ക് ശ്രമിക്കാമല്ലോ. തീർച്ചയായും അതൊരു വലിയ മാനസിക തടസ്സമാണ്. സാപ്സ് പോലെയുള്ള കരിയർ പ്ലേസ്മെന്റ് ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ പലരും കരിയറിൽ സ്തംഭിച്ചു പോകാൻ കാരണം കേവലം കഴിവില്ലായ്മയല്ല, മറിച്ച് ഭയവും രക്തസാക്ഷി മനോഭാവവുമാണ് എന്ന് കാണാം. രക്തസാക്ഷി മനോഭാവമോ? അതെന്താണ് സംഭവം? അതായത് വളരെ മോശമായതും വളർച്ചയില്ലാത്തതുമായ ഒരു തൊഴിൽ സാഹചര്യത്തിൽ യാതൊരു മാറ്റത്തിനും ശ്രമിക്കാതെ വർഷങ്ങളോളം കടിച്ചു തൂങ്ങി നിൽക്കുകയും എന്നിട്ട്
താൻ വലിയൊരു ത്യാഗം ചെയ്യുകയാണെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ. താൻ പോയാൽ ഈ കമ്പനി തകർന്നു പോകും, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത് തന്റെ വിധിയാണെന്നൊക്കെയുള്ള തെറ്റായ ധാരണയാണത്. വാവ്, അതൊരു വലിയ തിരിച്ചറിവാണ്. പലപ്പോഴും നമ്മളോട് തന്നെ പറയുന്ന കള്ളങ്ങളാണല്ലേ നമ്മളെ തളച്ചിടുന്നത്. ഇനി പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ആ ജോലിയുടെ വിവരണം വായിക്കുമ്പോൾ, അതെ, ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഇതിൽ പറയുന്ന 10 കാര്യങ്ങളിൽ 8 മാത്രമേ എനിക്കറിയൂ, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാം പൂർണ്ണമായും തികഞ്ഞതിന് ശേഷം മാത്രം മുന്നിട്ടിറങ്ങാം എന്ന ചിന്ത. അതാണ് ഇംപോസ്റ്റർ സിൻഡ്രോമിന്റെ ഏറ്റവും വലിയ ലക്ഷണം. എല്ലാം 100% പെർഫെക്റ്റ് ആകാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നാൽ ഒരിക്കലും ഒരു പുതിയ തുടക്കമുണ്ടാകില്ല. ഒരു കാർഷിക പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കൂ. ഒരു കർഷകൻ കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമാകാൻ കാത്തിരുന്നാൽ അവൻ ഒരിക്കലും വിത്ത് വിതയ്ക്കാൻ കഴിയില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ മഴ വൈകാം, അല്ലെങ്കിൽ വെയിലുണ്ടാകാം. ഇവിടെ കാലാവസ്ഥ എന്നത് ഇന്നത്തെ മാർക്കറ്റ് സാഹചര്യങ്ങളാണ്. AI വന്ന് ജോലി പോകുമോ എന്ന ഭയം, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം മാറട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. ശരിയാണ്. അവിടെയാണ് നമ്മൾ ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ഭയമാണല്ലോ ഇത്തരം അനിശ്ചിതത്വങ്ങൾക്ക് കാരണം. അതെ, കൃത്യമായി പറഞ്ഞു. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗം നിഷ്കാമ കർമ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫലമെന്താകുമെന്ന് ഭയക്കാതെ, അല്ലെങ്കിൽ ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായ അർപ്പണബോധത്തോടെ ചെയ്യുക എന്നതാണ് ഇതിന്റെ കാതൽ. ഇത് ആധുനിക കരിയർ സ്ട്രാറ്റജിയിലും നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പുതിയ കഴിവുകൾ പഠിക്കുക, മികച്ച രീതിയിൽ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുക എന്നിവയൊക്കെ. എന്നാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട്. കമ്പനിയുടെ HR പോളിസി, ഫൈനൽ റിസൾട്ട് എന്നിവ. അപ്പോ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടാതെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അതെ. പക്ഷേ ഒരു മിനിറ്റ്, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ കുറച്ച് കമ്പനികൾക്ക് റെസ്യൂമെ അയച്ചു കൊടുത്തിട്ട് റിസൾട്ട് വരുന്നതും കാത്ത് ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നാൽ മതി എന്നാണോ അർത്ഥമാക്കുന്നത്? അതൊരു തരം ഒളിച്ചോട്ടമല്ല. ഒരിക്കലുമല്ല. കർമ്മയോഗം എന്നത് നിഷ്ക്രിയത്വമല്ല, മറിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അർപ്പണബോധത്തോടെയുള്ള പ്രവൃത്തിയാണ്. ഈ സ്രോതസ്സുകളിൽ രാമായണത്തിലെ ഹനുമാന്റെയും ഭാഗവതത്തിലെ പ്രഹ്ലാദന്റെയും ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് കരിയറുമായി ബന്ധപ്പെടുന്നത്? ഹനുമാൻ സഞ്ജീവനി പർവ്വതം കൊണ്ടുവരാൻ പോകുമ്പോൾ തനിക്ക് ആ മല മുഴുവൻ എടുത്തുകൊണ്ടുവരാൻ സാധിക്കുമോ, വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിച്ച സമയം കളഞ്ഞില്ല. തന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അതായത്, നിങ്ങൾക്കൊരു വലിയ ജോലി വേണമെങ്കിൽ വെറുതെ റെസ്യൂമെ അയച്ചിട്ട് പ്രാർത്ഥിച്ചിരിക്കുകയല്ല വേണ്ടത്. നിരന്തരമായ പരിശ്രമവും അച്ചടക്കവും അവിടെ ആവശ്യമാണ്. ദൈവികമായ സമയവും നിങ്ങളുടെ പരിശ്രമവും ഒത്തുചേരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ മാനസികമായ തയ്യാറെടുപ്പും പ്രവർത്തിക്കാനുള്ള ധൈര്യവും നമ്മൾ നേടിയെടുത്തു എന്ന് കരുതുക. ഈ രാവിലെയുള്ള പോസിറ്റീവ് എനർജിയെയും ചിന്തകളെയും എങ്ങനെ ദീർഘകാലത്തേക്കുള്ള കരിയർ അച്ചടക്കമാക്കി മാറ്റാം? കാരണം രാവിലെ തോന്നുന്ന ആ ഒരു ആവേശം വൈകുന്നേരം ആവുമ്പോഴേക്കും ഇല്ലാതാകാൻ സാധ്യതയുണ്ടല്ലോ. ശരിയാണ്. പ്രായോഗികമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായ ചോദ്യം. അവിടെയാണ് വിത്തും കൈക്കോട്ടും എന്ന കാർഷിക തത്വം വരുന്നത്. വിതയ്ക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ കരിയറിലേക്കും കൊണ്ടുവരണം. ഇതിനായി മിഡ്നൈറ്റ് ടോപ്പിന്റെ കരിയർ ഗൈഡൻസ് വിവരങ്ങളിൽ പറയുന്ന ഒരു കാര്യം വളരെ പ്രായോഗികമാണ്. അടുത്ത 6 മാസത്തേക്കുള്ള വ്യക്തമായ ഒരു ലക്ഷ്യം രൂപപ്പെടുത്തുക. അതിനായി ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാമെന്നതാണ് ആദ്യപടി. വിഷൻ ബോർഡോ? അതെ. കാൻവ, പിന്ററസ്റ്റ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ കരിയർ ഗോളുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വാക്കുകളും ഉൾപ്പെടുത്തി ഒരു ബോർഡ് ഉണ്ടാക്കാം. വീണ്ടും ഒരു സംശയം. ഈ കമ്പ്യൂട്ടറിൽ കുറച്ച് മനോഹരമായ ചിത്രങ്ങൾ ഒട്ടിച്ചു വെച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജോലി കിട്ടുമോ? ഈ വിഷൻ ബോർഡ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്? അതൊരു കേവലം ചിത്രപ്പണിയല്ല കേട്ടോ. ഇതിന് പിന്നിൽ കൃത്യമായ ന്യൂറോ സയൻസ് ഉണ്ട്. നിങ്ങളുടെ തലച്ചോറിലെ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RAS ആണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. RAS? അതെ. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളിൽ നിന്ന് ഏത് വിവരമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ സിസ്റ്റമാണ്. നിങ്ങളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി അതിൽ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യുകയാണ്. ഓ,
അതായത് ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന അവസരങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ തലച്ചോറിനെ തയ്യാറാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അതാണ്. അത് ചിലപ്പോൾ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പറയുന്ന വിവരമാകാം. അതൊക്കെ വേഗത്തിൽ പിടിച്ചെടുക്കാൻ തലച്ചോറിന് സാധിക്കും. ചുരുക്കത്തിൽ ഇതൊരു വെറും ചിത്രമല്ല, നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാനുള്ളൊരു ആർക്കിടെക്ചറൽ ബ്ലൂപ്രിന്റ് ആണെന്ന് പറയാം. മനസ്സിലായി. ആ ബ്ലൂ പ്രിന്റ് കയ്യിൽ കിട്ടിയാൽ പിന്നെ യഥാർത്ഥ നിർമ്മാണം തുടങ്ങണമല്ല. അതായത് നമ്മുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക പോലെയുള്ള കാര്യങ്ങൾ കഴിയുക എന്ന് വ്യക്തമാക്കണം. കൂടാതെ ഇന്റർവ്യൂ പരിശീലനം നേടുക, ആശയവിനിമയ ശേഷി, ബോഡി ലാംഗ്വേജ് എന്നിവ മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം അച്ചടക്കത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഉപരിയായി പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക, അതായത് നെറ്റ്വർക്കിംഗ്, വളരെ പ്രധാനമാണ്. പുതിയ നൈപുണ്യങ്ങൾ പഠിച്ചെടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. അതെ. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ കരിയർ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. വർഷങ്ങളായി ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് IT ഫീൽഡിൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനറായി മാറണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം? അതൊരു മികച്ച ഉദാഹരണമാണ്. ഒരു അധ്യാപികയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള കഴിവും ആശയവിനിമയ ശേഷിയും സ്വാഭാവികമായും ഉണ്ടാകും, അല്ലേ? അതെ. അവൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണല്ലോ അത്. ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ്ങിലും അതുതന്നെയാണ് പ്രധാനം. പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ടൂളുകൾ വ്യത്യസ്തമായിരിക്കും. അതിനാൽ ആദ്യം അവർ ചെയ്യേണ്ടത് ആ മേഖലയ്ക്ക് ആവശ്യമായ പുതിയ നൈപുണ്യങ്ങൾ, അതായത് ലേണിംഗ് ടൂളുകൾ, ക്യാൻവ പോലെയുള്ളവ പഠിച്ചെടുക്കുക എന്നതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ റെസ്യൂമെയിൽ ചേർക്കുന്നതിന് പകരം സ്വന്തമായി ചില ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്ത് പോർട്ട്ഫോളിയോകൾ നിർമ്മിച്ച് തങ്ങളുടെ കഴിവ് തെളിയിക്കണം. എന്നിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യണം, അല്ലേ? അതെ. ലിങ്ക്ഡിൻ വഴി ഈ മേഖലയിലുള്ള പ്രൊഫഷണലുകളുമായി നെറ്റ്വർക്ക് ചെയ്യണം, അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കണം. ഈ കൃത്യമായ തയ്യാറെടുപ്പാണ് ഒരു വലിയ കരിയർ മാറ്റത്തിന് അവരെ സഹായിക്കുന്നത്. ഇനി ജോലി അന്വേഷിച്ച് തുടങ്ങുന്നവരോ, അതായത് ഫ്രഷേഴ്സിന്റെ കാര്യമോ? പഠിച്ചിറങ്ങിയ ഉടനെ വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫ്രഷേഴ്സ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം വലിയൊരു അവസരത്തിനായി കാത്തിരുന്ന് സമയം കളയരുതെന്നതാണ്. മാർക്കറ്റിൽ എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തുടക്കത്തിൽ ശമ്പളം കുറവാണെങ്കിലും ഇന്റേൺഷിപ്പുകൾ ചെയ്യാനോ ചെറിയ ഫ്രീലാൻസ് പ്രൊജക്റ്റുകൾ ചെയ്യാനോ തയ്യാറാകണം. ആ അനുഭവ പരിചയം പിന്നീട് വലിയ അവസരങ്ങൾ നൽകും. ശരിയാണ്. ഇനി PSC അല്ലെങ്കിൽ മറ്റ് സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ? അവർ കർമ്മയോഗത്തിന്റെ തത്വം ഏറ്റവും കൂടുതൽ പ്രയോഗിക്കേണ്ടവരാണ്. പരീക്ഷകൾ വൈകാം, റാങ്ക് ലിസ്റ്റ് വരാൻ സമയമെടുത്തേക്കാം. അവിടെ പരാജയങ്ങളിൽ തളരാതെ നിരന്തരമായ അച്ചടക്കത്തോടെ പഠനം തുടരുക എന്നതാണ് പ്രധാനം. അതുപോലെ പ്രമോഷൻ കാത്തിരിക്കുന്നവരും തങ്ങളുടെ നിലവിലെ കഴിവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലീഡർഷിപ്പ് സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമെടുത്താൽ, നമ്മൾ ലക്ഷ്മി ദേവിയുടെ പ്രതീകങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പാഠങ്ങളെക്കുറിച്ച് ഈ സ്രോതസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്താണ് ആ പാഠങ്ങൾ? വളരെ രസകരമായ ഒരു വീക്ഷണമാണത്. ഹിന്ദു ഐതിഹ്യപ്രകാരം ലക്ഷ്മി ദേവിയെ എപ്പോഴും ചിത്രീകരിക്കുന്നത് ഒരു താമരപ്പൂവിലിരിക്കുന്നതായാണ്. താമര വളരുന്നത് ചെളിയിലാണ്. എന്നാൽ ആ ചെളി താമരയെ ബാധിക്കുന്നില്ല. അത് വളരെ മനോഹരമായി നിലനിൽക്കുന്നു. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇതൊരു വലിയ പാഠമാണ്. ഈ ചെളി എന്നത് മാർക്കറ്റിലെ പ്രശ്നങ്ങളെയാണോ സൂചിപ്പിക്കുന്നത്? അതെ. ഈ ചെളി എന്നത് അസ്ഥിരമായ മാർക്കറ്റിനെയും സാമ്പത്തിക മാന്ദ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. മാർക്കറ്റിൽ എന്ത് തകർച്ച വന്നാലും ഒരു സംരംഭകൻ അച്ചടക്കത്തോടെയും ക്ഷമയോടെയും അതിനെ നേരിടണം. പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടി ഊഹക്കച്ചവടങ്ങൾക്ക് പിന്നാലെ പോകാതെ റിസ്കുകൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തമായ അറിവോടെ നിക്ഷേപങ്ങൾ നടത്തണം. ഒപ്പം ലഭ്യമായ പുതിയ അവസരങ്ങൾക്കായി എപ്പോഴും കണ്ണും കാതും തുറന്നു വെക്കുകയും വേണം. അതായത് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ത്വരയും ഒപ്പം നിൽക്കുന്ന സാഹചര്യങ്ങളോട് ഒരു നന്ദിയും അഥവാ ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. ഈ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുന്നത് ഒരു വാഹനത്തിന്റെ ഗിയർ മാറ്റുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങി ഓരോ ഗിയർ മാറ്റുമ്പോഴും അത് തുടർന്നുള്ള യാത്രയ്ക്ക് കൂടുതൽ വേഗത നൽകുന്നു. അതെ, നല്ലൊരു ഉദാഹരണമാണത്. ഓരോ പുതിയ കഴിവും ഓരോ ചെറിയ ലക്ഷ്യവും നമ്മെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നു. തീർച്ചയായും ഓരോ ചെറിയ വിജയവും നമ്മളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ പെർസീവ്ഡ് കൺട്രോൾ കൂട്ടുകയും ചെയ്യും. ഈ വിഷുദിനത്തിൽ നിങ്ങൾ തുടങ്ങിവെക്കുന്ന ഓരോ ചെറിയ ചുവടുവയ്ക്കും
വലിയൊരു മാറ്റത്തിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. അപ്പോ ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനം ചുരുക്കുന്നതിന് മുൻപായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ വിശ്വാസവും പ്രവൃത്തിയും എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകുക. ഭയത്തിനു മുകളിൽ എപ്പോഴും ധൈര്യത്തിന് സ്ഥാനം നൽകുക. പ്രാർത്ഥനയോടൊപ്പം കൃത്യമായ തയ്യാറെടുപ്പും ലക്ഷ്യങ്ങളോടൊപ്പം മാറ്റമില്ലാത്ത സ്ഥിരോത്സാഹവും ഉണ്ടാകുമ്പോഴാണ് കരിയറിൽ വിജയമുണ്ടാകുന്നത്. വെറും ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. അച്ചടക്കത്തിലൂടെ മാത്രമേ യഥാർത്ഥ സമൃദ്ധി നേടാനാകൂ. അതെ അതെ, ഈശോവന്റെ സമയവും മനുഷ്യന്റെ പ്രയത്നവും ഒത്തുചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അച്ചടക്കത്തോടെയുള്ള നിങ്ങളുടെ പ്രയത്നം ആ ദൈവിക സമയത്തിനായി നിങ്ങളെ സജ്ജരാക്കുന്നു. നിങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യങ്ങളെ ഭയമില്ലാതെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. കൃത്യമായി പറഞ്ഞു. ഈ ഡീപ് ഡൈവ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത ഞാൻ നൽകാം. വിഷുക്കണിയിലെ ആറന്മുള കണ്ണാടിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ നിങ്ങൾ കാണുന്നത് വലിയൊരു സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുന്ന നിങ്ങളെ തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്തംഭനാവസ്ഥയ്ക്കും നാളെ നിങ്ങൾ നേടാൻ പോകുന്ന വലിയ കരിയർ വിജയത്തിനുമിടയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ റെസ്യൂമെയോ മാർക്കറ്റോ ഒന്നുമല്ല, മറിച്ച് ആ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളിലെ ഭയം മാത്രമാണെങ്കിലോ? വളരെ ശക്തമായ ഒരു ചിന്തയാണത്. അതെ, ഈ സമയം ആ ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ധൈര്യമായി മുന്നോട്ടു പോവുക. നിലവിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുക. മികച്ചൊരു കരിയർ നിങ്ങൾക്ക് സ്വന്തമാകട്ടെ.